ഫ്രഷ് കട്ട് വിഷയത്തിൽ കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതി നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ജില്ലയിൽ എന്തുകൊണ്ട് പുതിയ റെന്ററിംഗ് പ്ലാന്റുകൾ അനുവദിക്കുന്നില്ല എന്നാണ് ഹൈക്കോടതി. അതെ, എന്നാലും 10 ദിവസത്തിനുള്ളിൽ ആ നോട്ടീസിന് മറുപടി അറിയിക്കാനാണ് ഇടക്കാല ഉത്തരവിലെ നിർദ്ദേശം. അതിന്റെ വിശദാംശങ്ങൾ ടി അനീസ് അലി നൽകും. അനീസ് അലി, നിശ്ചയമായും അമ്പായത്തോട്ടുകാർക്ക്, താമരശ്ശിക്കാർക്ക് ആശ്വാസം പകരുന്ന ഒരു ചോദ്യം ജില്ലാ കളക്ടറോട് ഹൈക്കോടതി ചോദിക്കുന്നു. അപ്പോൾ എന്താണ് ഈ ചോദ്യത്തിന് ആധാരമായ രീതിയിൽ ഇതെങ്ങനെയാണ് ഈ കേസ് ഹൈക്കോടതിയിൽ എത്തിയത്? ജില്ലാ കളക്ടർ എന്ത് മറുപടിയായിരിക്കും നൽകാൻ പോകുന്നത്? സിഫ്രീൻ, നിലവിൽ ഫ്രഷ് കട്ട് വിഷയത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഇടപെടലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കാരണം ഈ ഫ്രഷ് കട്ടിന്റെ ഇരകൾ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇവിടെ മാനദണ്ഡങ്ങൾ പാലിച്ചല്ല ഫ്രഷ് കട്ട് പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ടാണ് ഈ ദുർഗന്ധവും ഈ മാലിന്യ പ്രശ്നങ്ങളും ഇത്ര രൂക്ഷമാകുന്നത്. തൊട്ടടുത്ത ജില്ലയായ മലപ്പുറം ജില്ലയിൽ 14 റെൻഡറിംഗ് സംവിധാനങ്ങൾ, 14 റെൻഡറിംഗ് കേന്ദ്രങ്ങൾ, ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എവിടെയും മാലിന്യ പ്രശ്നങ്ങളില്ല. ഇവിടെ അളവിൽ കൂടുതൽ ഈ കോഴിക്കോട് ജില്ലയുടെ മൊത്തം മാലിന്യങ്ങളും ഈ ഫ്രഷ് കട്ട് എന്നൊരൊറ്റ കമ്പനിയിൽ മാത്രം വരുന്നത് കൊണ്ടാണ് ഈ ദുർഗന്ധവും അതുപോലെ തന്നെ മാലിന്യ പ്രശ്നങ്ങളും രൂക്ഷമാകുന്നത്. ഇത് അതിന്റെ യഥാർത്ഥ രീതിയിൽ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷേ ഇവിടെ മറ്റ് കമ്പനികൾക്ക് പ്രവർത്തിക്കാൻ അനുമതി നൽകുന്നില്ല എന്നതായിരുന്നു പ്രദേശവാസികളുടെ ആരോപണം. ഇത് ഫ്രഷ് കട്ടിന്റെ കൊള്ള ലാഭത്തിന് വേണ്ടി അധികൃതരും കൂട്ടുനിൽക്കുകയാണ് എന്നായിരുന്നു ഈ പ്രദേശവാസികൾ ആരോപിച്ചിരുന്നത്. എന്തായാലും ഇപ്പോൾ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഒരു നിർണായകമായ ചോദ്യം ചോദിച്ചിരിക്കും. വ്യക്തിപരമായി എന്തൊക്കെ നടപടികളാണ് മറ്റൊരു കമ്പനി കൊണ്ടുവരാൻ ജില്ലാ കലക്ടർ കൈക്കൊണ്ടത് എന്നുകൂടി വ്യക്തമാക്കണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവിൽ, ഇടക്കാല ഉത്തരവാണ്, അതിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. 10 ദിവസത്തിനകം ഇതിന് മറുപടി നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് മറ്റൊരു കമ്പനിക്ക് ഇവിടെ പ്രവർത്തിക്കാൻ അനുമതി നൽകാത്തത്, വ്യക്തിപരമായി മറ്റൊരു കമ്പനി കൊണ്ടുവരാൻ എന്താണ് കലക്ടർ ചെയ്തിട്ടുള്ള നടപടികൾ വിശദീകരിക്കണം 10 ദിവസത്തിനകം എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത് നിർണായകമായ ഒരു ഇടപെടലാണ്.